യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ തീവ്രവാദ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഹമാസിനെ തീവ്രവാദികളെന്ന് വിളിച്ചതിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയും മതമൗലികവാദികളുടെ ആക്രമണം. ഭീഷണിയെ തുടർന്ന് ഉമ്മൻചാണ്ടി പോസ്റ്റിൽ തിരുത്തൽ വരുത്തി. സംസ്ഥാനത്തെ പൊതുപ്രവർത്തകർക്കെതിരെ പരസ്യമായി ഭീഷണി മുഴക്കുന്നത് ആശങ്കയുണർത്തുന്നു. മലയാളിയായ ഹോം നേഴ്സിനെ കൊലപ്പെടുത്തിയത് ഹമാസ് തീവ്രവാദികളാണെന്ന് പറയുന്നവരെ പരസ്യമായി ആക്രമിക്കുന്നതിന് പിന്നിൽ ഇസ്ലാമിക സ്റ്റേറ്റ് മോഡൽ തീവ്രവാദിക സംഘടനകളുടെ സ്വാധീനമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇസ്രായേലിൽ കൊല്ലപ്പെട്ട മലയാളി യുവതിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച മാണി സി കാപ്പൻ, വീണ എസ് നായർ, പി സി ജോർജ് എന്നിവർക്ക് പുറകെ ഉമ്മൻചാണ്ടിക്കെതിരെയും സൈബർ ആക്രമണവുമായി മതമൗലികവാദികൾ രംഗത്ത്. സൗമ്യയുടെ വേർപാടിൽ കഴിയുന്ന കുടുംബാംഗങ്ങളുടെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് ഉമ്മൻചാണ്ടി രേഖപ്പെടുത്തിയ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയാണ് രൂക്ഷമായ സൈബർ ആക്രമണം. തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യ എന്ന വിശേഷണത്തിനെതിരെയാണ് വിമർശനം. ഹാമാസിനെ രാജ്യസ്നേഹികളായി വിശേഷിപ്പിച്ചാണ് മതമൗലികവാദികൾ രംഗത്തെത്തിയിരിക്കുന്നത്. കശ്മീർ തീവ്രവാദികളെ പോരാളികളായി വിശേഷിപ്പിക്കുന്ന തീവ്രവാദ മനസ്സോടെയാണ് ഹാമാസിനെയും വിശേഷിപ്പിക്കുന്നത്. യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ജപ്പാനും കാനഡയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തീവ്രവാദ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഹാമാസിന്റെ തീവ്രവാദ ആക്രമണങ്ങൾ എണ്ണമറ്റതാണ്. പലസ്തീൻ ജനതയെ മനുഷ്യമറയാക്കി നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ലോകരാജ്യങ്ങൾ എതിർത്തുവരികയാണ്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ ഹാമാസിനെ തീവ്രവാദി സംഘമെന്ന് വിശേഷിപ്പിക്കാൻ നേതാക്കൾ ഭയപ്പെടേണ്ട സാഹചര്യം ഉയരുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘടനയ്ക്ക് സമാനമായി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ സ്വാധീനം കേരളത്തിൽ വർദ്ധിക്കുന്നതിന്റെ സൂചന കൂടിയായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. വോട്ട് ബാങ്കിനെ കരുതി രാഷ്ട്രീയ കക്ഷികൾ ഇതിനെതിരെ നിശബ്ദരാകുന്നത് ദുരുവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്.